നമസ്കാരം. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDFിലെ തർക്കം മുറുകുകയാണ്. കേരള കോൺഗ്രസും ഒപ്പം തന്നെ CPIയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ. സ്വന്തം സീറ്റ് വിട്ടു നൽകില്ല എന്നാണ് CPIയും കേരള കോൺഗ്രസും ശഠിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് ജൂലൈ മാസം 1-ാം തീയതി അവസാനിക്കാൻ പോകുന്നത്. 3 സീറ്റും ഇടതുമുന്നണിയുടേതാണെങ്കിൽ കൂടിയും ഇതിൽ 2 സീറ്റുകൾ വിജയിക്കുവാൻ മാത്രമേ കഴിയുക. ഒരു സീറ്റ് CPMനും ഒരു സീറ്റ് ഒരു ഘടകകക്ഷിക്കും ലഭിക്കും. ഈ സീറ്റിനാണ് ഇപ്പോൾ CPIയും കേരള കോൺഗ്രസും നീക്കം ശക്തമാക്കുന്നത്. CPIയുടെ സീറ്റ് എന്ന് പറയപ്പെടുന്നത് CPIക്ക് തന്നെ എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളതും. ഒപ്പം തന്നെ LDFന് ഒരു സംസ്കാരമുണ്ടെന്ന്, ആ സംസ്കാരം CPIക്ക് അറിയാമെന്നുമാണ് ബിനോയ് വിശ്വം പറയുന്നത്. സീറ്റ് പ്രശ്നം അടുത്ത LDF യോഗത്തിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടുവാനാണ് ഇപ്പോൾ CPI തീരുമാനമെടുത്തിരിക്കുന്നത്. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസിനുള്ള പ്രാധാന്യമെന്ന് പറയപ്പെടുന്നത് അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ജോസ് കെ മാണി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് LDFിൽ എത്തിയപ്പോൾ അത് കേരളത്തിൽ ഇടത് തുടർഭരണത്തിന് ഒരു വഴിയൊരുക്കലായിരുന്നു എന്ന് പറയേണ്ടി വരും. ഈ യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതുമാണ്. പ്രശ്നം ഇടതുമുന്നണിയിൽ ഉന്നയിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് ഇടതുമുന്നണിയിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് ജോസ് കെ മാണി പ്രതികരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലൊക്കെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ജോസ് കെ മാണിക്ക് ഒരു സ്ഥാനവുമില്ലാത്ത അവസ്ഥ വരികയുണ്ടാകും. ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രിയായി തുടരുമ്പോഴാണ് പാർട്ടി ചെയർമാന് ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് രാജ്യസഭാ സീറ്റ് പ്രശ്നത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നത് തന്നെ. ഇനി പാർട്ടിയുടെ ഈ തീരുമാനം മുന്നോട്ട് പോകുമ്പോൾ അത് പാർട്ടിയെ മാത്രമല്ല മുന്നണി സംവിധാനത്തെയും ചിലപ്പോൾ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമായി മാറും. കാരണം രാജ്യസഭാ സീറ്റ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ രാജ്യസഭാ MP എന്നുള്ള നിലയിൽ മാത്രമാണ് ജോസ് കെ മാണി ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ ജോസ് കെ മാണിക്ക് ആ ഒരു സീറ്റ് കൂടി, അല്ലെങ്കിൽ ആ ഒരു അധികാരം കൂടി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് താഴെയുള്ള റോഷി അഗസ്റ്റിൻ മന്ത്രിയായി നിൽക്കുന്ന സ്ഥിതിവിശേഷം പാർട്ടിക്ക് തന്നെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഈഗോ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മന്ത്രിസ്ഥാനം അടക്കമുള്ള റോഷി അഗസ്റ്റിൻ പാർട്ടി ചെയർമാൻ ഒരധികാരവും ഇല്ലാതെ നിൽക്കുന്നത് വലിയ ദോഷമായി മാറുമെന്ന് പറയുന്നവരടക്കമുള്ളവർ ആ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഏത് വില കൊടുത്തും ഇപ്പോൾ രാജ്യസഭാ സീറ്റ് തിരികെ പിടിച്ചേ പറ്റൂ എന്നൊരവസ്ഥയിലേക്കാണ് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെയാണ് ബിനോയ് വിശ്വം പറയുന്നത് പോലെ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കുന്ന ഒരു രീതിയില്ല. രാജ്യസഭാ സീറ്റ് തങ്ങൾക്കുള്ളതാണ്, അത് തങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും. അത്തരത്തിലൊരു ഇടതുപക്ഷ സംസ്കാരത്തിലൂടെയാണ് CPI മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CPIക്കും CPMനും പരസ്പരം അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു സീറ്റ് എന്ന് പറയപ്പെടുന്നത് CPIക്ക് വേണ്ടതാണ്. അതുകൊണ്ട് CPIക്ക് തന്നെ ആ സീറ്റ് നൽകും എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറയുന്നത്. LDFിൽ അത് വളരെ കൃത്യമായി ഉന്നയിക്കുകയും ആ സീറ്റ് CPI തന്നെ സ്വീകരിക്കുകയും അതിലൂടെ CPI അത് സ്വന്തമാക്കുകയും ചെയ്യുമെന്നുള്ള അവകാശ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ CPI മുന്നോട്ട് വെക്കുമ്പോൾ എന്ത് വില കൊടുത്തും ആ സീറ്റ് നേടിയെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള കോൺഗ്രസ് എം. കാരണം ഇവിടെ ഒരു അഭിമാന പ്രശ്നമായി മാറുകയാണിത്. അതുകൊണ്ട് തന്നെ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിനും ഒരു അധികാരവുമില്ലാത്ത ചെയർമാനും പാർട്ടി ചെയർമാനും തമ്മിൽ ഉള്ള ഒരു അഭിമാന പോരാട്ടം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അഭിമാന പോരാട്ടം നിലനിർത്തുന്നതിന് രാജ്യസഭാ MP എന്നുള്ള പദവിയെങ്കിലും KM മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണിക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സീറ്റ്, കേരള കോൺഗ്രസിൻ്റെ സീറ്റ് തങ്ങളിലേക്ക് തന്നെ വരണം. അതുകൊണ്ട് അത് സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. ഇനി അത്തരത്തിലൊരു സീറ്റ് ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ വലിയ വിപ്ലവങ്ങൾ ഈ പാർട്ടിക്കുള്ളിലുണ്ടാകും. കാരണം CPIയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസിനെ മാറ്റാനോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് CPIയെ കൊണ്ടുപോകാനോ കഴിയുന്ന ഒരവസ്ഥ CPMനുള്ളില്ല. വേണമെങ്കിൽ CPIയെ തള്ളിക്കളയുവാനുള്ള സാധ്യത കൂടുതലാണ്. പകരം മുസ്ലിം ലീഗിനെ സ്വന്തം പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ, ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന് എമ്മിന് രാജ്യസഭാ സീറ്റ് നൽകുകയും ഒപ്പം തന്നെ CPI പുറത്തു പോവുകയാണെങ്കിൽ അത് പുറത്തു പോകട്ടെ എന്നൊരു തീരുമാനം എടുക്കുവാനുള്ള ഒരു സംസ്കാരം ഇടതുമുന്നണി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ CPI പുറത്തു പോകും. പക്ഷേ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല എന്ന് ബിനോയ് വിശ്വം തന്നെ പറയുന്ന സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് CPIക്ക് നൽകുകയും CPIയെ കൂടെ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും ഈ പാർട്ടി വിടാനുള്ള, ഈ മുന്നണി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം കുറച്ച് കാലങ്ങളായി തന്നെ അത്തരത്തിൽ ചില സ്ഥിതിവിശേഷങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവകാശ തർക്കം ഉന്നയിക്കുമ്പോഴും ജോസ് കെ മാണി പറയുന്നത് ഈ ഇടതുമുന്നണിയുടെ 2ാം തുടർഭരണത്തിന് കാരണമായത് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മടങ്ങിവരവും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ ചേർന്നതുമാണ് അതിൻ്റെ കാരണമായി കണക്കാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ
കേരള കോൺഗ്രസ് എമ്മിന് തന്നെ ഈ രാജ്യസഭാ സീറ്റ് നൽകേണ്ടതുണ്ട് എന്ന് ശഠിക്കുകയാണ് കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണിക്ക് ആ സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ലഭിക്കാതെ വന്നാൽ ജോസ് കെ മാണി കളം മാറി ചവിട്ടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടതു മുന്നണിയിൽ നിന്ന് പുറത്തു പോകുവാനുള്ള സാധ്യതകൾ അടക്കമുണ്ട്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൈക്കൊള്ളുവാൻ ഇടതു മുന്നണി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ സീറ്റ് വിഭജനം കീറാമുട്ടിയാകും ഇടതു മുന്നണിയിൽ എന്നുള്ള കാര്യത്തിലും സംശയമില്ല.